ഹായ് മക്കളെ, അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നോക്കടാ, അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വലി ഈ ചാപ്റ്ററിൻ്റെ ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കൾ ഇതാ ഈ കാണുന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടതോ 8921594260. ഇത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറാണ്. മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. മക്കളെ തീർച്ചയായിട്ടും നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ പഠന സഹായ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഹോൾ കമ്മ്യൂണിറ്റിയിലേക്ക് മക്കൾ ആഡ് ചെയ്യും. ഇനി നേരിട്ട് ഗ്രൂപ്പിലേക്കാണ് ചേരാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ക്ലാസ്സസും അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കും. ആൻഡ് ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഓക്കേടാ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് സെറ്റ് ആക്ടിവിറ്റീസ് ഒന്ന് നോക്കി വെക്കാം. നമ്മുടെ ചാപ്റ്ററിൽ ഇനീഷ്യലി നമ്മളെ ചാപ്റ്റർ തുടങ്ങുന്നത് ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അവിടുന്ന് തുടങ്ങാം. ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ. ഇത് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ്. എടാ, രണ്ട് ട്രയാങ്കിള് ഈക്വൽ ആണ് എന്ന് പറയുന്ന സാഹചര്യത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് ട്രയാങ്കിളുകൾ, രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്, ഈക്വൽ ആണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ കൊടുത്തത്. മക്കൾ നോക്കിയാൽ മനസ്സിലാവും. ഈ കാണുന്ന 4 സെൻറ്റിമീറ്റർ, ഈ കാണുന്ന 4 സെൻറ്റിമീറ്റർ തന്നെ മക്കൾക്ക് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന 5 സെൻറ്റിമീറ്റർ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന 6 സെൻറ്റിമീറ്റർ ഇവിടെയും കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിലെയും സൈഡ്സ് സെയിം ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ രണ്ട് ട്രയാങ്കിളിലെയും സൈഡ്സ് സെയിം ആണ്, വശങ്ങൾ തുല്യമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉത്തരം പഠിച്ചോളൂ. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിലെ സൈഡ്സ് ഈക്വലുകളാണെങ്കിൽ അവരെയാണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. രണ്ട് ത്രികോണങ്ങളിലെ വശങ്ങൾ തുല്യമാകുമ്പോൾ അവയെ നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതാണ് ബേസിക്കലി അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞു പോകുന്ന വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. സെക്കൻഡ് സാധനം, അവിടെ നമുക്കൊരു തിയറി പഠിക്കാനുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇയാളെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ചോദ്യം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് നോക്കി വെക്കണേ മക്കളെ. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. തുല്യ ത്രികോണങ്ങളിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. ഈ തിയറി ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തോ വലിയ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ട് തോന്നും. ഞാൻ വളരെ സിമ്പിളാക്കിയിട്ട് പറയാം. നമ്മുടെ എക്സാമ്പിളിലേക്ക് മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, നോക്കണം. ഇവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന സൈഡ് കാണുന്നില്ലേ? അയാൾക്ക് ഓപ്പോസിറ്റ് എതിരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആരാണ്? സി എന്ന് പറയുന്ന ആംഗിളാണ്. അതുപോലെ ഇപ്പുറത്തെ ട്രയാങ്കിളിൽ 4-ന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആവട്ടെ ആർ എന്ന് പറയുന്ന ആംഗിളാണ്. അവരെന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ബാക്കി രണ്ടാൾക്കാരോട് പറയാം. 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് എ, എതിരെ കാണുന്നത് എ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5-ൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ പി. അവരും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ, സിമ്പിൾ സാധനടാ. അതുപോലെ നമുക്ക് അടുത്ത ആളെയും കൂടെ പറഞ്ഞു വയ്ക്കാം. അടുത്ത ആളെ പറയുമ്പോൾ 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ബി ആണല്ലോ. ഇവിടെ 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ക്യൂ. അവരും ഈക്വലായി. അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്നുള്ളതാണ് തിയറി പറയുന്നത്, അല്ലേ? ഈക്വൽ ട്രയാങ്കിൾസ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ടു, അല്ലേ? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ആ ഒരു ക്യാപ്ഷൻ മാത്രം, ആ ഒരു ഡയലോഗ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. താഴേക്ക് വരുന്ന എല്ലാ പ്രൂഫുകളും നമുക്കങ്ങനെ എഴുതി പോകാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെല്ലെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ പോകുന്നത് പേജ് നമ്പർ 18 കാണുന്ന ക്വസ്റ്റ്യനുകളിൽ നിന്ന് നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. In each pair of triangles below, find the angles of second triangle equal to the angles of the first triangle and write these pairs. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തെ കോണുകൾ തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക. നമ്മളിപ്പോൾ ചെയ്ത പരിപാടിയാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. എടാ, ബിഫോർ ദാറ്റ് നമുക്കൊന്ന് നോക്കണം, ഒരു ഈക്വൽ ട്രയാങ്കിൾ തന്നെ അല്ലേന്നൊന്ന് നോക്കാം. ആണ്, ഇതവിടെ 2 കാണുന്നുണ്ട്, ഇവിടെയും 2 ഇവിടെയും 2 സെൻറ്റിമീറ്റർ കാണുന്നുണ്ട്, അല്ലേ? ഇവിടെ 3 കാണുന്നുണ്ട്, ഇവിടെയും 3 കാണുന്നുണ്ട്, ഇവിടെ 4 കാണുന്നുണ്ട്, ഇവിടെ 4 കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവർ തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വലായ സൈഡിൻ്റെ ഒപ്പോസിറ്റുള്ള ആംഗിളുകൾ എന്തായിരിക്കും? ഈ സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സിമ്പിളാണ്. നോക്കാം. എടാ, ഞാൻ ഏറ്റവും ആദ്യം ഇതിൽ 2 സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു.
2 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആംഗിൾ എം ആണ്. അപ്പോൾ ആംഗിൾ എം ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക 2 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആൾ ആംഗിൾ സെഡ് ആണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ആൾ എഴുതി ആംഗിൾ എം ഇസ് ഈക്വൽ ടു ആംഗിൾ സെഡ്, ഫസ്റ്റ് പെയർ എഴുതി. ഓക്കെ, രണ്ടാമത്തെ പെയർ നോക്കുകയാണ്. രണ്ടാമത്തെ പെയർ ഞാൻ 3 സെൻറ്റിമീറ്ററിൻ്റെ നോക്കണം. 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആദ്യത്തെ ട്രയാങ്കിളിലെ ആംഗിൾ എൻ. 3ൽ അടുത്തത് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ എക്സ്. ഇനി ഒരാളെയും കൂടി നോക്കാനുള്ളൂ, അതും കൂടി ചെയ്യാം. 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ എൽ. ഇവിടെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾ ആംഗിൾ വൈ. ആൻഡ് ദാറ്റ് ഇസ് ദ ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിലൊരു സബ് ക്വസ്റ്റ്യൻ കൂടി സെയിം പാറ്റേണിൽ തന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. അതിൻ്റെ മുമ്പ് ഇയാൾ ഈക്വൽ ട്രയാങ്കിൾ അല്ലേ നോക്കി നോക്കാം. ഇതാ 3.6 ഇവിടെ ഉണ്ട്, 3.6 ഇവിടെ ഉണ്ട്, 2.4 ഇതാ അവിടെ, 2.4 ഇതാ അവിടെ, 3 സെൻറ്റിമീറ്റർ ഇതാ അവിടെ, 3 സെൻറ്റിമീറ്റർ ഇതാ അവിടെ. യെസ്, അപ്പോൾ 3 സൈഡ്സ് ഈക്വലാണ്, അയാൾ ഈക്വൽ ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ എഴുതി നോക്കാം മക്കളെ. എടാ ഞാൻ ആദ്യം 3 സെൻറ്റിമീറ്ററിന് എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആംഗിൾ എ ആണ്. ഇവിടെ ആവട്ടെ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആംഗിൾ ആരാണടാ? 6 ആണെന്ന് തോന്നുന്നു അല്ലേ. ലെറ്ററിങ് അത്ര ടെക്സ്റ്റ് ബുക്കിൽ ഫോട്ടോ അങ്ങോട്ട് കോപ്പി ചെയ്തുകൊണ്ട് ലെറ്ററിങ് ചെറിയൊരു കുറവുണ്ടാവും മക്കളെ. ആംഗിൾ 6 ആണ് കേട്ടോ. ഇനി അടുത്തൊരാൾ നമുക്ക് എഴുതി നോക്കാം. അടുത്തത് നമുക്ക് ആരാണ് അവിടെ വരിക? ഞാൻ 2.4 എടുക്കാൻ തീരുമാനിച്ചു. 2.4ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണുള്ളത്. ഓക്കെ, 2.4ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉള്ളത് ആംഗിൾ പി ആണ്. എടാ അടുത്തത് ശരിക്കും പറഞ്ഞാൽ ബാക്കി എഴുതാത്ത ആളെ എഴുതി വെച്ചാൽ തന്നെ ആൻസർ ആയിട്ടോ. ഞാൻ നേരത്തെ പോലെ എഴുതുന്നില്ല, കാരണം ഇവിടെ നമ്മൾ എഴുതാത്ത ആൾ ആംഗിൾ സി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എഴുതാത്ത ആൾ ആംഗിൾ ക്യൂ ആണ്. അവർ ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും മക്കളെ? ഈക്വൽ ആയിക്കോളും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ, ചുവടെ തന്നിരിക്കുന്ന ത്രികോണങ്ങളിൽ അവർ അവിടെ കുറച്ച് ക്ലൂസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ മക്കളെ. നോക്കി നോക്കാം, അവിടെ 2 ക്ലൂസ് ഒക്കെ പറയുന്നുണ്ട്. അവർ ആരൊക്കെ ഈക്വലാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. 2 ട്രയാങ്കിളുകളുടെ ഫിഗർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ആദ്യത്തെ ട്രയാങ്കിളിൽ സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കും വേണം, ബാക്കി ഉള്ള ആംഗിൾസിനെ കണ്ടുപിടിക്കും വേണം. എടാ അതൊക്കെ അവിടെ കേട്ടെ. ഇതെന്തായാലും ഈ പറഞ്ഞിട്ടുള്ള 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണ്, മനസ്സിലായി. കാരണം എ ബി എന്ന് പറയുന്ന സൈഡ് ക്യു ആർ എന്ന് പറയുന്ന സൈഡിന് ഈക്വലാണ്, ബി സി എന്ന് പറയുന്ന സൈഡ് ആർ പി എന്ന് പറയുന്ന സൈഡിന് ഈക്വലാണ്, സി എ എന്ന് പറയുന്നത്. അപ്പം ഇതിലെ 3 സൈഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ പറഞ്ഞാൽ അവർ ഈക്വൽ ട്രയാങ്കിളാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ മുന്നേ ചെയ്യാൻ പറ്റുന്നൊരു പണിയുണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാം. എടാ ഈ കാണുന്ന സി എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ആംഗിൾ സി എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ജസ്റ്റ് നോക്കാം. എടാ ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന 3 ആംഗിളും കൂടി കൂട്ടിയാൽ വരേണ്ടത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാമല്ലോ. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ ആഡ് ചെയ്താൽ കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2 ആൾ തന്നിട്ടുണ്ടെങ്കിൽ മറ്റ് 2 ആളുകളിലേക്ക് എത്താനുള്ള മാർഗം എന്ന് പറയുന്നത് 180യിൽ നിന്നും മൈനസ് ചെയ്യണം. ആരെയാണ് മൈനസ് ചെയ്യേണ്ടത്? ബാക്കിയുള്ള 2 ആൾക്കാർ. മീൻസ് 40യും 60യും ആഡ് ചെയ്തതാണ് മൈനസ് ചെയ്യേണ്ടത്. 180 മൈനസ് 100 ആൻസർ വിൽ ബി 80 ഡിഗ്രി. അതോടുകൂടെ അയാളുടെ പരിപാടി കഴിഞ്ഞു. ഇയാൾ 80 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. എടാ നേരത്തെ നമുക്ക് അങ്ങനെ എളുപ്പമുണ്ടായിരുന്നു. ആരൊക്കെയാണ് അല്ലേ ഈ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഇവിടെ അതില്ല, പകരം ക്ലൂ വെച്ചിട്ട് എഴുതണം. എഴുതി നോക്കാം. എ ബിയും ക്യു ആറും ഈക്വലാണ്. പക്ഷെ നമ്മളിത് എങ്ങനെ വായിക്കണം എന്നറിയോ? അങ്ങനെയല്ല വായിക്കേണ്ടത്. ഈക്വൽ ട്രയാങ്കിൾസ് പഠിക്കുന്ന കുട്ടി എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ക്യു ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വലാണെന്ന് വേണം വായിക്കാൻ. നോക്കാം നമുക്ക് ആരൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റാൻ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. എ ബി, ഇതാണ് എ ബി, ആദ്യത്തെ ആളായിട്ടുള്ള എ ബി. ഇതാ നോക്കാം കേട്ടോ, എ ബി എവിടെ? ഇതാ എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആരാടാ? സി ആണ്. അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ക്യു ആർ. അടുത്ത ആൾ ഇതാ ക്യു ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ ആംഗിൾ പി വിച്ച് ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? സി എന്താണോ അത് തന്നെയായിരിക്കും പി ഉണ്ടാവും. അയാൾ 80 ഡിഗ്രിയാണ്. ഓക്കെ, ഞാൻ അയാളുടെ ഫിഗറിൽ കാണിച്ചു വയ്ക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കി നോക്കാം. ബി സി എവിടെ? ഇതാ ബി സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ എ ആണ്. ബി സി ഇസ് ഈക്വൽ ടു ആർ പി. എവിടെ ആർ പി? ഇതാ ആർ പിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ ക്യൂ ആണ്. അപ്പോൾ ആർ പി ഓപ്പോസിറ്റുള്ള ആംഗിൾ ക്യൂ വരേണ്ടതും എത്ര ഡിഗ്രി തന്നെയാണ് മക്കളെ? 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹിൻഡ് മറക്കണ്ട. ബാക്കിയുള്ള ആൾ എഴുതി വെച്ചാൽ പണിയെടുക്കാനല്ലേ. എസ്പെഷ്യലി നമ്മളെപ്പോലത്തെ മടിയന്മാർക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ബാക്കിയുള്ള ആൾ എഴുതി വെക്കുക എന്ന് പറയുന്നതാണ്. അത് മതിയുടെ അതിൻ്റെ ആവശ്യമുള്ളൂ. ടെക്നിക്കലി അത് ശരിയാണ്.
അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എഴുതാത്ത ആൾ ആംഗിൾ ബി ആണ്. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എഴുതാത്ത ആൾ ആംഗിൾ ആറാണ് അല്ലേ. ബിയുടെ വാല്യൂ 60 ഡിഗ്രിയാണ്, അയാളുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 60 ഡിഗ്രി ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു തീർന്നിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ 2 ചോദ്യം ചെയ്തതോടുകൂടെ പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻസ് ആട്ടോ. 19ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി നോക്കണം. ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ, യെസ്, നേരത്തെ അതുപോലെ തൊട്ട് മുന്നത്തെ നമ്മളെ ക്വസ്റ്റ്യൻ പോലെ തന്നെ എന്ത് തരുന്നുണ്ട്? ഹിൻറ്റുകൾ തരുന്നുണ്ട്. നോക്കി വെച്ചോ. എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ ബി സി ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഹിൻറ്റ് തരുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ്. സെയിം പരിപാടിയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. യെസ്, ആദ്യത്തെ ക്ലൂ എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈക്വൽ ട്രയാങ്കിൾ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ക്ലൂ കിട്ടി ആലോചിക്കേണ്ടത് എ ബിയും ക്യു ആറും ഈക്വൽ ആണെന്നുള്ളതല്ല. എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ക്യു ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആണെന്നാണ് കുട്ടി എന്ത് ചെയ്യേണ്ടത്? ചിന്തിച്ചെടുക്കേണ്ടത്. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ എ ബി നമുക്ക് എഴുതി തുടങ്ങാം കേട്ടോ. എ ബി ആണ് ആദ്യം സെലക്ട് ചെയ്യുന്ന സൈഡ്. ഇതാണ് എ ബി. എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആരാ മക്കളെ? ആംഗിൾ സി ആണ്. എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആൾ ആംഗിൾ സി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ക്യു ആർ. ക്യു ആർ ഇവിടെ ക്യു ആർ ആണ് അടുത്ത ആൾ. ക്യു ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആരാ മക്കളെ? ആംഗിൾ പി ആണ്. പക്ഷേ അതിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. കാരണം ഇവിടെയും അയാളില്ല, ഇവിടെയും അയാളില്ല. കുഴപ്പമില്ല, ഞാനൊരു ഈക്വൽ ടു ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടുമ്പോൾ അയാൾ നമുക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശരി. അടുത്ത ക്ലൂ പറയുന്നത് ബി സി ഇസ് ഈക്വൽ ടു പി ക്യു. അപ്പോൾ നമുക്ക് ആദ്യം ബി സിനെ തിരഞ്ഞെടുക്കാം. ഇവിടെ ബി സി ഇവിടെ ബി സിക്ക് ഓപ്പോസിറ്റുള്ള ആളാരാ മക്കളെ? ആംഗിൾ എ ആണ്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ എഴുതണ്ട, അപ്പുറത്ത് ആർക്കാ ഈക്വൽ ആക്കിയിട്ട് നോക്കിയിട്ട് എഴുതാം. പി ക്യു പി ക്യുവിൻ്റെ ഓപ്പോസിറ്റുള്ള ആളാരാ മക്കളെ? ആംഗിൾ ആർ ആണ്. ആംഗിൾ ആർ, അയാളുടെ വാല്യൂ നമുക്കറിയാം 60 ഡിഗ്രിയാണ് വരുന്നുണ്ടാവുക എന്നുള്ള കാര്യം നമുക്കറിയാം. ശരി, ഇനി മക്കളൊന്ന് ആലോചിച്ച് നോക്കടാ. ഈ കാണുന്ന ട്രയാങ്കിളിൽ ഇയാൾ 60 ആണ്, ഇയാൾ 70 ആണ്. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കാണുന്ന ആംഗിളിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അയാളുടെ ആൻസർ അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് മറ്റു പണികളിലേക്ക് പോകും. അപ്പോൾ ആ ട്രയാങ്കിളിൽ ആംഗിൾ 6 കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആംഗിൾ 6 അല്ലടാ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആംഗിൾ പി ആണേ, മാറി എഴുതിപ്പോയത് കേട്ടോ. ആംഗിൾ പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. 3 കൂടി കൂട്ടിയാൽ 180 വരണം. 180 മൈനസ് ചെയ്യണം. ആരൊക്കെ തമ്മിൽ പ്ലസ് ചെയ്തടാ? 60യും 70യും പ്ലസ് ചെയ്താൽ മൈനസ് ചെയ്യേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രിയാണ് ചെയ്യാനുണ്ടാവുക അല്ലേ? അത് കഴിഞ്ഞ ആൻസർ വരേണ്ടത് നമ്മുടെ 50 ഡിഗ്രി എന്നുള്ള ആൻസറാണ് അവിടെ വരേണ്ടത്. ആ 50 ആണ് ആംഗിൾ പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ട ആളെ കിട്ടി. ഇവിടെ 50 ആണ്. അപ്പോൾ സിയും ആരായിട്ട് മാറും മക്കളെ? 50 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, ഇനി നോക്കടാ, ഇവിടേക്ക് നോക്ക്. ഇയാൾ 50, ഇയാൾ 60, ഇയാൾ ആരാണ്? ഇവിടെ നോക്കിയാൽ പോലെ ആൻസർ കിട്ടില്ല. 50, 60, മൂന്നാമത്തെ ആൾ ആരാ മക്കളെ? 70 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇവിടെ ആ ആംഗിൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ തീരുമാനിച്ചു. 70 ഡിഗ്രിയാണ്. അപ്പോൾ 2 ആൾക്കാർ നമ്മൾ എഴുതി. മൂന്നാമത്തെ ആളെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ നമ്മളെല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. അതിന് 2 ചോദ്യങ്ങൾ. ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് പൊതുവേ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ട? വിട്ട് കളയേണ്ട, നന്നായിട്ട് നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4, സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യനാണ്. ദ ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ആ വാക്കൊന്ന് നോക്കി വെച്ചോട്ടെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിഗൺ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അയാളെ നമ്മൾ പഠിക്കും. മലയാളം മീഡിയക്കാർ നോക്കി വെച്ചാൽ ചതുർഭുജം. വലിയ സംഭവമൊന്നുമില്ല. 4 സൈഡുള്ള ഫിഗറുകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം. 4 വശങ്ങളുള്ള രൂപത്തിൻ്റെ പൊതുവായിട്ടുള്ള പേരാണ് ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് കേട്ടോ. സ്പ്ലിറ്റ്സ് ഇറ്റ് ഇൻ ടു 2 ട്രയാങ്കിൾസ്. നോക്കടാ, ഈ കാണുന്ന ഡയഗണൽ, അടുത്ത വാക്ക് അതായിരിക്കും, വികർണം, ഡയഗണൽ. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതെന്താ വാക്ക് എന്നുള്ളത്? ഡയഗണൽ, വികർണം. 2 കോർണറുകൾ കണക്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇതൊരു റെക്റ്റാങ്കിൾ ചതുരാണ് ചോദിച്ച മക്കളെ. ഈ കോർണറും ഓപ്പോസിറ്റ് കാണുന്ന ഈ കോർണറും ചേർത്ത് വരയ്ക്കുന്ന ഈ വരയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയഗണൽ അഥവാ വികർണം എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് വരകൾ, ഇതും മറ്റൊരു വികരണമാണ്, മറ്റൊരു ഡയഗണലാണ്. ഓക്കെ, നോക്കാം നമുക്ക്. എടാ,
അപ്പോൾ ഒരു ചതുർഭുജത്തെ ഒരു ക്വാഡ്രിലാറ്ററലിനെ 2 ഈക്വൽ പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്, 2 ട്രയാങ്കിളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ചോദിച്ചത് ഡസ് ദീസ് ട്രയാങ്കിൾ ഹാവ് സെയിം ആംഗിൾസ്? ഈ കാണുന്ന ട്രയാങ്കിളുകൾക്ക് സെയിം ആംഗിളുകളാണോ ഉള്ളത്, ഒരേ കോണുകളാണോ ഉള്ളത്? എടാ ശ്രദ്ധിക്കണം, ആ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് ഇവിടെ മക്കളെ. ഒരു സെയിം ആംഗിൾസ്, ഈ സെയിം ആംഗിൾസ് ഉണ്ടാവുക എന്ന് നമ്മളോട് ചോദിച്ച ചോദ്യം ഇൻഡയറക്റ്റ് ആണ്. അവരുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ട്രയാങ്കിളുകൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്നുള്ളതാണ് മക്കളെ. ഈ കാണുന്ന ചോദ്യത്തിൽ മലയാളം മീഡിയക്കാരോടാവട്ടെ ഒരേ കോണുകളാണോ എന്നതുകൊണ്ട് അവർ നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവർ തുല്യ ത്രികോണങ്ങളാണോ എന്നുള്ളതാണ് അന്വേഷിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതാം. ഓക്കെ, ഞാൻ ഈ കാണുന്ന ഡയഗ്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്കാം. ഞാൻ ഈ കാണുന്ന ഡയഗ്രത്തിന് തൽക്കാലത്തേക്ക് ഒരു പേരൊക്കെ കൊടുത്തു വയ്ക്കുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ആ ഫിഗർ ഒന്ന് റീഡ്രോ ചെയ്യാം, എന്നാൽ എളുപ്പം ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. ആ ഡയഗ്രാം അതുപോലെ റീഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കേടാ, ആ ഡയഗ്രത്തിനൊരു നെയിമൊക്കെ കൊടുത്തു വയ്ക്കാം. ലെറ്റ് ഇറ്റ് ബി എ ബി സി ഡി. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇത് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിൽ 2 ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ്. നമുക്കതിന് പ്രൂഫൊക്കെ എഴുതുന്ന സ്റ്റൈലൊക്കെ മെല്ലെ പഠിച്ചു നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഡി ഏതാ മക്കളെ? ട്രയാങ്കിൾ, ഈ കാണുന്ന ട്രയാങ്കിൾ കേട്ടോ, ഒന്നാമത്തത്. ആൻഡ് ട്രയാങ്കിൾ ബി സി ഡി. ബി സി ഡി ഏതാ നോക്കി വെക്കണേ. ബി സി ഡി, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ. മലയാളം മീഡിയക്കാർ പകരം എന്താ എഴുതേണ്ടതെന്നറിയോ? ത്രികോണം എ ബി ഡി. ഇതെന്താ സിമ്പിൾ എന്ന് മനസ്സിലായി. ട്രയാങ്കിൾ എന്നുള്ളതിനെ ഷോർട്ടായിട്ട് മടി കാരണം ഞാൻ എഴുതുന്നത് കേട്ടോ. ത്രികോണം എ ബി ഡി കോമ ത്രികോണം ബി സി ഡി പരിഗണിക്കുക എന്ന് വേണം മക്കൾ മലയാളം മീഡിയക്കാർ എഴുതി വയ്ക്കാം. നമുക്ക് അവിടുത്തെ ഈക്വൽ സൈഡ്സ് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കാം. നമുക്ക് അതിന് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് നോക്കി വെക്കാം. നോക്കടാ, ഇവിടുത്തെ എ ബി തന്നെയല്ലേ ഇവിടുത്തെ ബി സി. അപ്പോൾ എഴുതി വയ്ക്കാം എ ബി ഇസ് ഈക്വൽ ടു ബി സി. അതുപോലെ മറ്റൊരു സൈഡ്സ് കൂടി അറിയാലോ നമുക്ക്. ദ സി ഡി ഇസ് ഈക്വൽ ടു എ ഡി. സി ഡി ഇസ് ഈക്വൽ ടു എ ഡി. 2 സൈഡ് ഈക്വലായി. മക്കളെ ശരിക്കും ശ്രദ്ധിച്ചാൽ മക്കൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എടാ, ഈ കാണുന്ന സൈഡിൽ നമ്മളെ ബി ഡി, ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇയാൾ മുകളിലത്തെ ട്രയാങ്കിളിൻ്റേതുമാണ്, അതുപോലെ തന്നെ താഴത്തെ ട്രയാങ്കിളിൻ്റെ 2 ട്രയാങ്കിൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബി ഡി എന്ന് പറയുന്ന ആൾ മുകളിലുള്ള ട്രയാങ്കിളിൻ്റെ നീളം തന്നെയായിരിക്കും താഴത്തെ. 2 ഒരേ സാധനമല്ലേ. അപ്പോൾ ഞാനത് എഴുതുന്ന ശൈലി ഒന്ന് മക്കൾ ജസ്റ്റ് നോക്കി വെച്ചോടാ. ബി ഡി ഇസ് ഈക്വൽ ടു ബി ഡി, ബ്രാക്കറ്റിൽ എഴുതാം കോമൺ സൈഡ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ therefore ഇവിടുത്തെ 3 സൈഡുകളും ഈ മുകളിലെ ട്രയാങ്കിളിൻ്റെ 3 സൈഡും താഴത്തെ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾക്ക് ഈക്വലാണ്. മുകളിലെ ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ താഴത്തെ ത്രികോണത്തിലെ 3 വശങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റൂടാ? ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ ബി സി ഡി ആർ ഈക്വൽ എന്ന് പറയാൻ വേണ്ടി പറ്റും. ത്രികോണം എ ബി ഡി കോമ, മലയാളം മീഡിയക്കാർ എഴുതണേ, ത്രികോണം എ ബി ഡി കോമ ത്രികോണം ബി സി ഡി തുല്യ ത്രികോണങ്ങളാണ്. നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ നോക്കട്ടെ. ഒരേ കോണുകളാണോ എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഏത് എക്സ്പ്ലനേഷൻ എഴുതണം? ഈ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് എഴുതി വെക്കണം? ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. തുല്യ ത്രികോണങ്ങളിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പരിപാടി എന്ത് ചെയ്തോടാ അവിടെ അവസാനിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ആ തിയററ്റിക്കൽ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ആ പേജിലെ ഏറ്റവും അവസാന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നോക്കി നോക്കാം മക്കളെ. ചിത്രത്തിൽ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൽ സെയിം സാധനടാ. ഇവിടെ പ്രാവശ്യം ഒരു വെറൈറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. സെയിം ക്വസ്റ്റ്യനാണ് മക്കൾ, നോക്കി നോക്കുക, ഒരു മാറ്റമില്ലാത്ത ക്വസ്റ്റ്യനാണ്. ഇത്തവണ നമുക്ക് ക്ലൂസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് ഇപ്പം നമ്മൾ അങ്ങോട്ട് പ്രൂവ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, നമുക്ക് 2 ട്രയാങ്കിൾ ആണെന്ന് എടുത്തിട്ട് ഇവരെ ഒന്ന് പ്രൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് ട്രയാങ്കിൾ 1 ആണ്, ഇത് ട്രയാങ്കിൾ 2 ആണ്. നമുക്ക് ഇപ്രാവശ്യം ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫിഗർ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് വലുതാക്കിയാൽ പറയാൻ സൗകര്യം ഉണ്ടാവുമല്ലോ വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് ഫിഗർ. ഫിഗറിൽ പേര് തന്നിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ട സി ഡി ഇവിടെ 30 ഡിഗ്രിയാണ്.
ഇവിടെ 50 ഡിഗ്രിയാണ്. ഇത്രയാണ് തന്നിട്ടുള്ള ഡാറ്റാസ്. ബാക്കി നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ട് വേണം. നമുക്ക് ഓരോ ക്ലൂ ആയിട്ടൊന്ന് നോക്കാം. ഇവർ രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാലോ. ബാക്കി ക്ലൂ നമുക്ക് നോക്കി നോക്കാം. എടാ എ ബി ഇസ് ഈക്വൽ ടു എ ഡി എന്നാണ് പറഞ്ഞു. എ ബി ഇസ് ഈക്വൽ ടു എ ഡി. എ ബി ഈക്വൽ ടു എ ഡി. ഇതാ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് മക്കളെ. അതാണ് ഫസ്റ്റ് ക്ലൂ. ഈ കാണുന്ന സൈഡും ഈ കാണുന്ന സൈഡും ഈക്വൽ ആണ്. ഇതിൽ നമ്മൾ എന്താ പറയുക, ഇയാളുടെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഇയാളുടെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആവണം. ഈ സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആവണം എന്നാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആംഗിൾ കിട്ടി. ഈ കാണുന്ന ആൾ ആരാണടാ? 50 ഡിഗ്രി ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. സിമ്പിൾ തിയറി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലൂ നോക്കാം. സി ബി ഇസ് ഈക്വൽ ടു സി ഡി. സി ബി ഇസ് ഈക്വൽ ടു സി ഡി. സി ബി ഇസ് ഈക്വൽ ടു സി ഡി. നമുക്ക് ഫിഗറിലേക്ക് വരാം. സി ബി ആരൊക്കെയാണ്? സി ബി സി ഡി. ഇതാ സി ബിയും സി ഡിയും, സി ബിയും സി ഡിയും. അപ്പോൾ സി ബി ഇസ് ഈക്വൽ ടു സി ഡി. സി ബി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളുകൾ എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. ഇതാ ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആര് വരണം മക്കളെ? 30 ഡിഗ്രി വരണം. പരിപാടി കഴിഞ്ഞു. സിമ്പിളാണ്. ഇനി ഇതിൽ മിസ്സിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. നമുക്ക് അയാളെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിന് മുകളിലെ ട്രയാങ്കിൾ മാത്രമേ മക്കൾ നോക്കാവൂ കേട്ടോ. ഒന്നാമത്തെ ആംഗിൾ, രണ്ടാമത്തെ ആംഗിൾ, മൂന്നാമത്തെ ആംഗിൾ, ഈ മൂന്നാളും കൂടി ആഡ് ചെയ്താൽ 180 വരണം എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ ഒരെണ്ണം 30 ആണ്, ഒരെണ്ണം 50 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആംഗിളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ നിന്നും ഈ 30യും 50യും ആഡ് ചെയ്തിട്ടുള്ള ആളെ മൈനസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. 30യും 50 ആഡ് ചെയ്താൽ 80 ആണ്. 180 നിന്നും 80 മൈനസ് ചെയ്താൽ അവിടെ ബാക്കി വരേണ്ട ആള് എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. നോക്കടാ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗിൾ ഈ കാണുന്ന ട്രയാങ്കിളിലെ ഈ സൈഡും രണ്ട് ട്രയാങ്കിളിലേതുമാണ്. സ്വാഭാവികമായിട്ട് ഈ എ സി എന്ന് പറയുന്ന ആളുടെ നീളം അപ്പോൾ രണ്ട് സ്ഥലത്ത് സെയിം ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന ആൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈ കാണുന്ന ആൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആര് തന്നെയായിരിക്കും ഉണ്ടാവും മക്കളെ? 100 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിലെ മേജർ ആംഗിൾസ് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കാം. നോക്കടാ, ആംഗിൾ എ എന്ന് പറയുന്ന അവിടെ രണ്ട് പാർട്ട് ഉണ്ട്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഡി പിന്നെ ഒറ്റ പാർട്ടേ ഉള്ളൂ. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുമ്പോൾ അവിടെ 50 ഉണ്ട്, 100 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. പരിപാടി കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. അങ്ങനെ 5 ചോദ്യങ്ങളാണ് ഫസ്റ്റ് സെറ്റ് എക്സസൈസസിലുള്ളത്. അപ്പോൾ നന്നായി പഠിക്കുക മക്കൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാറ്റിലേക്ക് മക്കൾ മെസ്സേജ് അയച്ച സംശയം ക്ലിയർ ചെയ്യണം. ഇനി ഒരു സിമ്പിൾ ഡൗട്ടാണ്, അങ്ങനെ ജസ്റ്റ് ഒരു കമൻറ്റായിട്ട് ചോദിച്ചോളൂ. തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും കേട്ടോ മക്കളെ. അപ്പോൾ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട.